ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് മത്തിയാണ് കേട്ടോ. ഇന്നൊരു വെറൈറ്റി കറിയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല പച്ച ചാളയാണ് കേട്ടോ. കണ്ടോ, പച്ച കടപ്പുറത്തെ ചാളയാണിത്. ഞങ്ങൾക്കിവിടെ അടുത്തൊരു കടപ്പുറം ഉണ്ടേ, അവിടെ നിന്നാണ് ചാള ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമുക്കിനി ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുക്കാനായിട്ട് പുരട്ടി വെക്കാം. വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി പുരട്ടി മിക്സ് ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് പിടിക്കും. ഇത് ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം കേട്ടോ. മുട്ടയുള്ളതുകൊണ്ട് ഇതിലോട്ട് അങ്ങോട്ട് പിടിക്കണില്ല അരപ്പ്, എന്താണെന്നറിയില്ല. മുട്ട ചാളയാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. ഫ്രിഡ്ജിലാക്കി വെക്കാം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനെടുത്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം നമുക്കിത് വറുത്ത് കൊണ്ടുവരാം. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അടിപൊളി കറിയാണ് കേട്ടോ ഇത്. ഒരു മത്തിയും കുറച്ച് ഗ്രേവിയും മതി ഇത് കൂട്ടി കഴിക്കാനായിട്ട്. നമുക്ക് ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കുറച്ച് കുരുമുളക്, വേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചുകൊണ്ട് തന്നെ കേട്ടോ. ആദ്യം ആ കുരുമുളക് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം കേട്ടോ. കുരുമുളകൊന്ന് പൊടിച്ചുകൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് അതിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അത് ചതച്ചെടുത്തിട്ടാ നമുക്ക് ഇനി ഈ ഉള്ളിയും പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ആ ഉള്ളിയൊന്ന് പതുക്കെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഉള്ളിയൊക്കെ അടിയാണ്ട് കിടക്കുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ക്രഷ് ചെയ്തിട്ടുണ്ട്. വിനാഗിരി കൂടി വേണം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളകും കൂടി ചതച്ചില്ല അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് പൊടി നന്നായി വാടിക്കഴിയുമ്പോഴേ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒരു 3 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്കിനി ഇത് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്കിനി ഇത് ഈ വറുത്ത ചാള ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാതെ തിളച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ.